സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. കോഴിക്കോട് ജില്ലയിലെ തച്ചോളിപ്പാട്ടുകളുടെ ഈറ്റില്ലമായ വടകരയിലെ പുതുപ്പണം എന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നാണ് KP അനിൽകുമാർ എന്ന അനിൽ സാറിന്റെ യാത്ര തുടങ്ങുന്നത്. 1970 മെയ് 28 KP കൃഷ്ണന്റെയും നാരായണയുടെയും മകനായി ജനിച്ചു. ജന്മസിദ്ധമായ സേവനത്തിന്റെയും ചിട്ടയായ ജീവിതത്തിന്റെയും പ്രതിഫലനമെന്നോണം പോലീസ് സേനയിലൂടെയായിരുന്നു ഔദ്യോഗിക തുടക്കം. 1993 പോലീസ് കോൺസ്റ്റബിൾ ആയി ജോലിയിൽ പ്രവേശിച്ചത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായി ചില വർഷങ്ങൾ നിരവധി സുപ്രധാന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഉത്തരവാദപൂർണമായ കാലഘട്ടം. അതിനുശേഷമാണ് വിദ്യാഭ്യാസ രംഗത്തേക്ക് ചുവടുമാറുന്നത്. പോലീസ് ജീവിതം എപ്പോഴും വളരെ നല്ല ഓർമ്മകളാണ് ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് ആരംഭിച്ചു, 1 year 9 മാസം നന്നായി പരിശ്രമിച്ചു. അതിനിടെ ലീവൊക്കെ എടുത്തിട്ടാണ് നമ്മൾ B.Ed പരീക്ഷ, PSC എക്സാമിനേഷൻ ഒക്കെ എഴുതാൻ പോകുന്നത്. അതിന് എനിക്ക് എക്സ്ട്രാ പരേഡ് ലീവ് എടുത്തതിന് ധാരാളം ദിവസങ്ങൾ എക്സ്ട്രാ പരേഡ് അവിടെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഓർക്കുന്ന B.Ed പരീക്ഷ എഴുതുന്നത് പോലീസ് ട്രെയിനിങ് സമയത്താണ്. ആ സമയത്തൊക്കെ ഉച്ചക്കൊക്കെ ഇരുന്ന് പഠിച്ചിട്ടാണ് ആക്ച്വലി ആ പരീക്ഷയൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അതേപോലെ എടുത്ത് പറയാവുന്ന ശബരിമലയിൽ 2 വർഷക്കാലം ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. 1 വർഷം സന്നിധാനത്തും മറ്റൊരു വർഷം പമ്പയിലും. അത് ഇന്നും ഓർക്കാവുന്ന ഡ്യൂട്ടിയാണ്. വിഴിഞ്ഞ അവിടുത്തെ ഈ കലാപ സമയത്ത് ഒക്കെ നമുക്ക് അവിടെ പോയിട്ട് ജോലി ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു അധ്യാപകന്റെ കുപ്പായം അണിഞ്ഞ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് 1997 വെള്ളറ ഗവൺമെന്റ് UP സ്കൂളിലാണ്. പിന്നീട് പയ്യോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. അനിൽകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ഉപേക്ഷിച്ചിട്ടാണ് അധ്യാപകനായി അദ്ദേഹം സർവീസ് പ്രവേശിച്ചത്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരു നല്ല അധ്യാപകനാണ്. നല്ല അധ്യാപകൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൽ അർപ്പിച്ചിരിക്കുന്ന മറ്റു ഉത്തരവാദിത്തങ്ങളും കൂടി ഏറ്റവും നന്നായിട്ട് ചെയ്യുമ്പോഴാണ് ഒരു നല്ല അധ്യാപകനായി മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഏറ്റവും അവസാനത്തെ നാഷണൽ സർവീസ് സ്കീമിൻ കൊയിലാണ്ടിയിൽ വെച്ച് നടന്ന പ്രോഗ്രാം ഉൾപ്പെടെ ഞാൻ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളായതുകൊണ്ട് ഏറെ സ്നേഹത്തോടെ പറയട്ടെ, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കൊണ്ട് ഉദാത്തമായ ഒരു മാതൃക നാഷണൽ സർവീസ് സ്കീം ടീമിന് ഒരു ക്ലസ്റ്റർ കൺവീനർ എന്ന നിലയിൽക്കാളുപരി എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ഒരു ടീമിനെയാണ് ഞാനവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അനിൽ സാറിൻ്റെ ഒരു സപ്പോർട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്നറിയാം. 2011 മുതൽ മങ്കട, പന്നൂർ, കോക്കല്ലൂർ, കരുവൻപൊയിൽ തുടങ്ങി നിരവധി വിദ്യാലയങ്ങളിൽ അക്കാദമികവും അക്കാദമികേതരവുമായി കർമ്മനിരതനായ വർഷങ്ങൾ. ഒടുവിൽ കൊളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിൽ സർവീസിന്റെ അവസാന കാലം. ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, സാറ് വളരെ സന്തോഷത്തോടെ എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ സാധിച്ചത് പിന്നീട് ഇവിടെ കൊളത്തൂർ സ്കൂളിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ്. നമുക്ക് ഒരുമിച്ച് ജോലി ചെയ്യാൻ സാധിച്ചത്. കുറഞ്ഞ നാളുകളെ ഉള്ളെങ്കിൽ പോലും നമുക്ക് സാറിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സാർ ഒരു ഓപ്പൺ മൈൻഡഡായ ജീവിതത്തിൽ കുടുംബം എന്നും കൂടെ തന്നെ കരുത്തായി നിലകൊണ്ടു. ഭാര്യ അധ്യാപികയായ നസീന, ആദർശും അൽക്കയുമാണ് മക്കൾ. 33 വർഷത്തെ പ്രശംസനീയമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന KP അനിൽകുമാർ സാറിന് സ്വാമി ഗുരുവാനന്ദ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിന്റെ PTA-യുടെ 1000 അഭിനന്ദനങ്ങൾ.
അങ്ങയുടെ വിശ്രമ ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപൂർണവുമാവട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു. മികച്ച ഒരു ഹിന്ദി അധ്യാപകനായി അനിൽ സാർ തിളങ്ങി. പാഠപുസ്തകത്തിന് പുറത്തുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഒരു അധ്യാപകനായി അനിൽ സാർ വളർന്നു പന്തലിച്ചു. നമ്മുടെ പ്രിയങ്കരനായ KP അനിൽകുമാർ മാഷ് ഈ വർഷം മെയ് 31-ന് 33 വർഷത്തിലധികം നീണ്ട തൻ്റെ ഔദ്യോഗിക സേവനത്തിൽ നിന്നും വിരമിക്കുകയാണ്. ഒരു മികച്ച ഹിന്ദി അധ്യാപകനും അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്കൂളിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും വളരെ പുഞ്ചിരിയോടുകൂടി യാതൊരു പരിഭവമില്ലാതെ 100% പ്രവർത്തിക്കുന്ന ഒരു മികച്ച അധ്യാപകനായിരുന്നു, മികച്ച വ്യക്തിയാണ് അനിൽ മാഷ്. മാഷ് ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ അവസരത്തിൽ നന്ദി പറയുകയും ഇനിയും മാഷിൻ്റെ സേവന മേഖലകൾ എല്ലാ ആശംസകളും നൽകുകയും ചെയ്യുന്നു. CCRT സംഘടിപ്പിച്ച ദേശീയതല പരിശീലനം, കാലാവസ്ഥാ വ്യതിയാനത്തെ ആസ്പദമാക്കി ഗുഡ്ഗാവിൽ നടന്ന അന്തർദേശീയ സെമിനാർ, സ്കൗട്ട്, NSS തുടങ്ങിയവുമായി ബന്ധപ്പെട്ട വിവിധ പരിശീലനങ്ങൾ തുടങ്ങിയവയിൽ പങ്കാളിയായത് ഔദ്യോഗിക ജീവിതത്തിലെ മൂല്യവത്തായ അനുഭവങ്ങളാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ അംഗമായാൽ ആജീവനാന്തം നാഷണൽ സർവീസ് സ്കീം അംഗം തന്നെയാണ് എന്ന്. അതിൽ നിന്നുകൊണ്ട് തന്നെ ആവശ്യപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ സേവനം NSSൻ്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകണം എന്ന്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ സംസ്ഥാന ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് അതിമനോഹരമായ ഒരു റിട്ടയർമെന്റ് ലൈഫ് ആശംസിക്കുന്നു. സ്കൗട്ട് മാസ്റ്ററായി, NSS പ്രോഗ്രാം ഓഫീസറായി, പിന്നീട് ക്ലസ്റ്റർ കൺവീനറായി വിദ്യാർത്ഥികളെ വിവിധ പ്രവർത്തനങ്ങളിലേക്കും സാമൂഹിക ഉത്തരവാദിത്വത്തിലേക്കും നയിക്കാൻ അനിൽ സാർ ബദ്ധശ്രദ്ധനായിരുന്നു. 2011 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഹയർ സെക്കൻഡറിയിലേക്കുള്ള പ്രവേശനം ആരംഭിക്കുന്നത്. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തത് മങ്കട ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണക്കടുത്താണ്. അവിടെ ഒരു വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപ്പോൾ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. കോഴിക്കോട് ജില്ലയിലെ കണ്ണൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് NSSുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത്. NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് അവിടെ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ധാരാളം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ് NSSനെ കുറിച്ച് പറയാനുള്ളത്. 32 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം അവിടെ പ്രോഗ്രാം നടത്താൻ വേണ്ടി. ശനി, ഞായർ അവധി ദിവസങ്ങളൊക്കെ തന്നെ അവിടെ പോയിട്ട് അവിടെ പലപ്പോഴും എത്തപ്പെടുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പൊതുവെ സാമ്പത്തികമായിട്ട് അത്ര അഡ്വാൻസ് ആയിട്ട് കുട്ടികളല്ല, പാവപ്പെട്ട കുട്ടികളാണ് വരുന്നത്. അപ്പോൾ അത്തരം കുട്ടികളുടെ കൂടെ NSSുമായി പ്രവർത്തിച്ച് അവർക്ക് ധാരാളം അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും അവരുടെ ജീവിതത്തിലേക്കുള്ള ഒരു എന്താ പറയുക മുന്നോട്ടേക്കുള്ള പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഹിന്ദി വിഭാഗത്തിൽ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും റിസോഴ്സ് പേഴ്സണായുള്ള പ്രവർത്തന മികവും തന്റെ കിരീടത്തിൽ പൊൻതൂവലാക്കിയാണ് അനിൽ സാർ വിരമിക്കുന്നത്. അധ്യാപക സംഘടനകളിൽ ജില്ല മുതൽ സംസ്ഥാന തലത്തോളം വിവിധ ചുമതലകൾ വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ്, ട്രഷറർ, സെക്രട്ടറി, പ്രസിഡന്റ്, പിന്നീട് സംസ്ഥാന വൈസ് പ്രസിഡന്റും അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിയുമായി അധ്യാപകരുടെ സേവന പ്രശ്നങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്താനും അനിൽ സാറിന് കഴിഞ്ഞു. അനിൽ മാഷ് 33 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുകയാണ്. അനിൽ മാഷിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സാധാരണ അധ്യാപകൻ എന്നതിലുപരിയായിട്ട് വിശാലമായിട്ടുള്ള അധ്യാപക സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മുടെ അനിൽ മാഷുള്ളത്. കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ, തൻ്റെ വിജ്ഞാനം വായനയിലൂടെയും മറ്റും വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ നല്ലൊരു സൗഹൃദത്തിൻ്റെ പൂമരമായി, കൂടാതെ കവിതയുടെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അധ്യാപകനായി എല്ലാം തിളങ്ങുന്ന പ്രിയപ്പെട്ട അനിൽ മാഷ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്കെല്ലാം തന്നെ വളരെയധികം ഒരു സ്വന്തം ഒരു കുടുംബാംഗം നമ്മളൊന്ന് അകന്നു പോകുന്ന പോലെയാണ് തോന്നുന്നത്.
കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലും ഔദ്യോഗികവും സംഘടനാപരവുമായ ദൗത്യ നിർവഹണത്തിനായി സഞ്ചരിക്കാനും വിപുലമായ സൗഹൃദ വലയം സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യാത്ര ഇഷ്ടവിനോദമായി കരുതുന്ന അനിൽ സാർ നിരവധി സ്ഥലങ്ങൾ ഇതിനോടകം തന്നെ സന്ദർശിച്ചു. ഇത്രയും സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, സൗഹാർദ്ദത്തോടെ നോക്കിക്കാണുന്ന ഒരാളെ ഞാൻ അപൂർവമായേ കണ്ടിട്ടുള്ളൂ. സദാ ശുഭാപ്തി വിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. ഒരിക്കലും ദുഃഖിച്ചിരിക്കുന്നതോ വിഷമിച്ചിരിക്കുന്നതോ ഒന്നും ഞങ്ങൾ കണ്ടിട്ടേയില്ല. എല്ലാവരോടും വളരെ സൗഹാർദ്ദപൂർവ്വം പെരുമാറുന്ന ഒരു വ്യക്തി, എപ്പോഴും ഊർജ്ജസ്വലതയോടെ ഓടി നടക്കുന്ന ഒരു വ്യക്തി, യാത്രകളിൽ നിന്ന് യാത്രകളിലേക്ക് ഓടിയിടുന്ന, തിരക്കിൽ നിന്ന് തിരക്കിലേക്ക് ഓടിയിടുന്ന ഒരു വ്യക്തിയാണ് അനിൽ മാഷ്. 2008 ചേലിയയിൽ അർപ്പണം ചാരിറ്റബിൾ സൊസൈറ്റി രൂപീകരണത്തിന് നേതൃത്വം നൽകിയതും തുടർന്ന് സംഘടനയുടെ സ്ഥാപക സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമായി പ്രവർത്തിച്ചത് അനിൽ മാഷാണ്. അവിടെ വയോജന വിശ്രമ കേന്ദ്രം നിർമ്മിക്കുന്നതിലും മാഷിന്റെ പങ്ക് ചെറുതല്ല. കഴിഞ്ഞ 18 വർഷമായി ചേലിയ പ്രദേശത്ത് വിവിധ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അനിൽ മാഷ് മുമ്പിലുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ, കാർഷിക പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി അനിൽ മാഷിന്റെ ഇടപെടലുകൾ തുടരുകയാണ്. ഇതിനിടയിൽ പല പ്രസിദ്ധീകരണങ്ങളിലായി കവിതകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഈതൾ എന്ന കവിതാ സമാഹാരം ഈ വർഷമാണ് പുറത്തിറങ്ങിയത്. ഇപ്പോൾ ചേലിയയിലെ യുവജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ സെക്രട്ടറിയായി തന്റെ ചുമതലകളെ വ്യാപിപ്പിക്കുകയാണ് അദ്ദേഹം. അനിൽ സാർ ഹിന്ദി അധ്യാപകനായിരുന്നു. NSSന്റെ കാര്യത്തിലും മറ്റ് എല്ലാ കാര്യങ്ങളിലായാലും സാർ വളരെ സജീവമായിരുന്നു. അതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് വളരെ ഫ്രണ്ട്ലി ആയി നിൽക്കുന്ന ഒരു സാറാണ്. 22-ാം വയസ്സിൽ ജോലി, 25-ാം വയസ്സിൽ വിവാഹം, 32-ാം വയസ്സിൽ സ്വന്തം വീട്, മക്കൾ, മക്കളുടെ വിദ്യാഭ്യാസവും ജോലിയും, അങ്ങനെ ജീവിതത്തിലെ ഓരോ ഘട്ടവും ഏറ്റവും മനോഹരവും ക്രമികവുമായി മുന്നേറിയ ഒരു ജീവിതയാത്ര. ഇന്ന് ദീർഘകാല സേവനത്തിന് ശേഷം അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുന്നു. സാങ്കേതികമായി ഒരു ജോലി അവസാനിക്കുന്നു എന്ന് മാത്രം. എത്രയെത്ര വേഷപ്പകർച്ചകളുടെ സൗകുമാര്യങ്ങളാണ് ഇനിയും അനിൽ സാറിന് കാത്തിരിക്കുന്നത്. അനിൽമാഷ് നല്ലൊരു മാഷായിരുന്നു. ഏത് സമയം ക്യാൻറ്റീനിൽ ഇങ്ങനെ വരൂ, ചായ കുടിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാഷായിരുന്നു. ആ മാഷ് ഈ വർഷം ഇവിടെ നിന്ന് റിട്ടയർഡ് ആകുകയാണ്. അയാൾ പോകുന്ന കാര്യത്തിൽ എനിക്ക് സങ്കടമുണ്ട്. എവിടെയും വെച്ച് കാണാമെന്ന് വിചാരിക്കുക. നേടിയ അനുഭവങ്ങളും ഓർമ്മകളും തുടരുക തന്നെ ചെയ്യും. നൈരന്തര്യമാണല്ലോ ജീവിതത്തിന്റെ കാതൽ. പുതിയ മേച്ചിൽപ്പുറങ്ങളിൽ സഞ്ചയിച്ച അറിവും അനുഭവവും കൂടുതൽ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്താൻ അനിൽ സാറിന് കഴിയട്ടെ. യാത്രയും വായനയും എഴുത്തും സാമൂഹിക ഇടപെടലുകളും മാഷിന്റെ ജീവിതത്തെ വിശ്രമമില്ലാതെ അർത്ഥപൂർണമാക്കുമെന്നത് തീർച്ചയാണ്.